കുറേ ദിവസമായിട്ടോ ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഓരോ തിരക്ക് ഇതൊക്കെ ആകുമ്പോൾ പിന്നെ വൈകിട്ടാകുമ്പോൾ പിന്നെ മടിയാവും. പിന്നെ അടുത്ത ദിവസമാവട്ടെ എന്ന്. അപ്പോൾ ഞാൻ കുറേ ദിവസത്തെ ഇങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഇന്ന് ഒറ്റ വീഡിയോ ആക്കി ഇടേണ്ട. അപ്പോൾ ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ പോവുകയായിരുന്നു. ഉണ്ണിയുടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയതുകൊണ്ട് കുറേ ദിവസമായി ഉണ്ണിക്ക് പനി, ചുമ ഇതൊക്കെ വന്നിട്ട് മാറുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ രാവിലെ തന്നെ യാത്ര അവിടെ എത്തിയപ്പോഴേക്കും പിന്നെ ഉച്ച സമയമായിട്ടോ. പിന്നെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് പിന്നെ ഇനി വൈകിട്ടും കാണുമായിരുന്നു. അടിയിലെ ഫുഡ് വേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അവിടെ തലശ്ശേരിക്കാരുടെ റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ അവിടെ നല്ല ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞ് അവിടെ വന്നതാണ്. പക്ഷേ അവിടുത്തെ ഫുഡ് കൊള്ളില്ലാത്ത ഫുഡായിരുന്നു. പക്ഷേ ബിരിയാണിയൊക്കെ ആണെങ്കിൽ ചിക്കൻ വെന്തിട്ടില്ല, കറിയൊക്കെ ആണെങ്കിലും ഒരു പൂപ്പലിൻ്റെ ടേസ്റ്റ്, വെജിറ്റേറിയൻ ഊണ്. അപ്പോൾ നല്ല ഷോപ്പ് നോക്കി കയറിയത് വെറുതെ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് പിന്നെ ഡോക്ടറെയൊക്കെ കണ്ട് പിന്നെ നമ്മളിനിയിപ്പോൾ തിരിച്ചിറങ്ങി. അപ്പോൾ അവിടെ തന്നെ പോത്തീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈസി ഹോസ്പിറ്റലിലാണ് പോയത്. അപ്പോൾ അടുത്ത് തന്നെയുള്ള പോത്തീസിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറാമെന്ന് കരുതി ഞങ്ങളൊന്ന് പുതിയ ട്രെൻഡും ഇതൊക്കെ കാണാമെന്ന് കരുതി ഒന്ന് കയറിയതാണ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പ് എന്തെങ്കിലും എടുക്കാമെന്ന് കരുതി. അപ്പോൾ ചുരിദാർ ടോപ്പുകളൊക്കെ നോക്കിയപ്പോൾ കുറേ ഒരുപാടുണ്ടായിരുന്നു. ഡെയിലി യൂസിന് പറ്റുന്നത് ഒരുപാട് റേറ്റ് കുറവിൻ്റെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ 450 രൂപയേ ഉള്ളൂ ആ ടോപ്പിന്. ഇതൊരു സമയത്ത് ഇതൊക്കെ ട്രെൻഡായിരുന്നു കേട്ടോ, ഈ ടോപ്പുകളും ഇതൊക്കെ. അപ്പോൾ 450 ഇതൊക്കെ വീട്ടിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെയിലി യൂസിന് വർക്കിനൊക്കെ പോകുന്നവർക്ക് ഉപയോഗിക്കുന്നതൊക്കെ ചെയ്യാം. അതിൻ്റെ പല തരത്തിലുള്ള പല സൈസ് കളറിലായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാനത് എടുത്തില്ല. പിന്നെ അവിടെ കണ്ട ഇതൊക്കെ പിന്നെ ഒരുപാട് ഓഫർ ഉണ്ടായിരുന്നു. 2 1300 മെറ്റീരിയൽ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്തോ എനിക്ക് ഇവിടുത്തെ ടോപ്പുകൾ അത്രയൊന്നും ഇഷ്ടമായില്ല. പറ്റുകയാണെങ്കിൽ എടുക്കാമെന്ന് മാത്രം. പിന്നെ ഉണ്ണി ഒരു ടീഷർട്ട് എടുത്തിട്ടാണ് അവിടുന്ന്. അങ്ങനെയാണ് ആകെ പിന്നെ അത് വാങ്ങിച്ചോളൂ. പിന്നെ പോത്തീസിൻ്റെ ഇവിടെ ഹൈപ്പറിലൊന്ന് ജസ്റ്റ് കയറാമെന്ന് പറഞ്ഞ് ഹൈപ്പറിൽ കയറി പിന്നെ പിള്ളേർ കുറച്ച് മിഠായി അങ്ങനെയുള്ള സാധനങ്ങൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ പോന്നു. അപ്പോൾ ഞാനിന്ന് ഒരു ചെറിയൊരു ബിരിയാണി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് ഇപ്പോൾ അടുത്ത ദിവസത്തെ കാഴ്ചയാട്ടോ. അപ്പോൾ പോത്തീസിൽ പോയി വന്ന് പിന്നെ അവിടുത്തെ വിശേഷങ്ങൾ പിന്നെ അവിടെ അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ബിരിയാണി ഉണ്ടാക്കിയിരുന്നു. അപ്പം ഒരു നേരം കഴിക്കാൻ വേണ്ടി മാത്രമുള്ളൂ. ഞങ്ങൾക്ക് 4 പേർക്ക് ചെറിയൊരു ബിരിയാണിയാണ് തയ്യാറാക്കിയത്. അപ്പോൾ അത് നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയായിരുന്നു. ഞാൻ പൊടിച്ച മസാലയും കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അധികം മുളക് പൊടി അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഗരം മസാല പൊടിച്ചപ്പോൾ അതിൻ്റെ ഒപ്പം കുറച്ച് മല്ലിയും 2-3 കാശ്മീരി മുളകും ഒക്കെ ചേർത്തിട്ടാണ് ആ മസാല തയ്യാറാക്കിയത് കേട്ടോ. അപ്പോൾ ഇത് തേങ്ങാപ്പാലിൽ റൈസ് വേവിച്ചിട്ട് ഇതിൽ ദം ചെയ്ത് വെച്ചേക്കേണ്ട നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാലിൽ റൈസ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാം. സ്ഥിരം അങ്ങനെ ഉണ്ടാക്കിയ ഒരുപാട് കൊഴുപ്പും ഇതൊക്കെ. റൈസ് ഒന്നാമത് വറ്റിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൊഴുപ്പും ഇതൊക്കെ, പിന്നെ തേങ്ങാപ്പാലിൻ്റെ ഇതും കൂടി, പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി നമുക്ക് വെറുതെ അങ്ങനെ ചെയ്യാമെന്ന് മാത്രം കേട്ടോ. പിന്നെ വൈകിട്ട് പിന്നെ ഒരു സ്നാക്സ് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി വെച്ചൊരു മോമോസ് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു പോട്ട്, ഇത് ഞാൻ വനിതാ പാചകറാണിക്ക് പോയപ്പോൾ ഞാൻ തയ്യാറാക്കിയതാണ്. അതിൻ്റെ വേറൊരു വെർഷനാണ് കേട്ടോ. അന്ന് ഞാൻ ഉണ്ടാക്കിയത് ഇടിച്ചിക്കയും ചിക്കനും ചേർത്തിട്ടുള്ളതായിരുന്നു, ഉള്ളിൽ ഫില്ല് ചെയ്ത്. ഇത് വെജിറ്റബിളാണ് കേട്ടോ ഫില്ല് ചെയ്തത്. വെജിറ്റബിളും പിന്നെ കുറച്ച് സോസും ഒക്കെ ചേർത്ത്. അപ്പോൾ മയോണൈസ് വേണമെങ്കിൽ മയോണൈസ് ഒഴിക്കാം, എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഹമ്മൂസാണ് ഇതിനകത്ത് ഒഴിച്ചത്. പിന്നെ അതേ കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത ദിവസത്തെ വിശേഷമാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് വീട്ടിൽ അടക്കയൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചേക്കണം ഉണ്ണി. അപ്പോൾ ഉണ്ണിയുടെ ആണ് അടക്ക, ഞാനാണ് പെറുക്കി വയ്ക്കണ ആൾ. പിന്നെ അവരൊക്കെ കൂടിയാണ് അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തത്. അപ്പോൾ അത് ആലുവയിൽ ഞങ്ങളിവിടെ ബാങ്കിൽ വരാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ അപ്പോൾ ഉണ്ണിയും കൂടി വന്നു. ഉണ്ണിക്ക് സ്റ്റഡി ലീവായിരുന്നു. അപ്പോൾ അവനത് വിൽക്കണമെന്ന് പറഞ്ഞ് അവനും കൂടി കയറിയിട്ട് അടക്കയായിട്ട്. അപ്പോൾ അത് അവിടുത്തെ അടക്കയുടെ ആ ഷോപ്പിൽ കൊടുത്തതാണ് ഞാൻ നിങ്ങളാ കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ ഇനി ഡിന്നറിനുള്ള ഒരുക്കമാണ്. അപ്പോൾ ഡിന്നറിന് വേണ്ടി ഒരു എളുപ്പത്തിന് അപ്പോൾ എപ്പോഴും നാടൻ ചിക്കൻ കറി, നാടൻ ടേസ്റ്റ്. അപ്പോൾ ഒരു മാറ്റി പിടിക്കാമെന്ന് പറഞ്ഞ് ഒലിവ് ഓയിലിൽ ഒരു ചിക്കൻ ഉണ്ടാക്കട്ടെ. അപ്പോൾ ചില്ലി ചിക്കൻ അല്ല, അതിൻ്റെ കുറച്ചൊരു വെർഷൻ വേറൊരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കിയത്. ചില്ലി സോസും സോയാ സോസ്, ടൊമാറ്റോ സോസ് അതൊക്കെ ചേർത്ത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ചിക്കൻ അതിലേക്ക് ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ വെറൈറ്റിയൊക്കെ ഇങ്ങനെ ചെയ്തു നോക്കണം, നല്ല രുചിയായിരുന്നു. പിന്നെ ചപ്പാത്തി ഹാഫ് കുക്കഡ് വാങ്ങിച്ചതാണ്. ഇതിപ്പോൾ ഞാൻ കുറേ ദിവസം ഉണ്ട് കേട്ടോ. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കൊറിയറിൽ വന്നേക്കണത്.
അപ്പം ഞാനിത് ആമസോണിൽ ബുക്ക് ചെയ്തതാണ്. ഞാൻ ഈ ഹിന്ദി ചാനലിലെ കുക്കിംഗ് ചാനലൊക്കെയാണ് കൂടുതലും കാണാറ്. അപ്പോൾ അതിനകത്ത് ഞാൻ മിക്കപ്പോഴും കാണാറുള്ള ഒരു ഇതാണ് ഈ മസാലയുടെ ഇടുന്ന ഒരു പാത്രം കേട്ടോ. എനിക്കിത് അന്ന് ആ ഇതിൽ കണ്ടപ്പോൾ തുടങ്ങി കുറേ നാളായി ഞാൻ ഇതൊരെണ്ണം വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അമ്മ പറഞ്ഞത് ആമസോണിൽ നിന്ന് വാങ്ങിക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് അവൾ പിന്നെ പെട്ടെന്ന് എടുത്ത് കാണിച്ചപ്പോൾ അതേപോലത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ബുക്ക് ചെയ്തതാണ്. പിന്നെ ഇത് ലുലുവിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, നിറച്ച് മസാലയൊക്കെ ഇട്ടത്. അതിന് 1900 അല്ല 1100 ആ ഒരു റേറ്റൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ സാധനമൊക്കെ വെച്ച് പിന്നെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞു പിന്നെ ഇവിടെ വില്ലയിലേക്ക് പോയേക്കാണ്. അപ്പോൾ ഇവിടെ ആളുകളൊക്കെ വരെയും ഇതൊക്കെ ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അമ്മ ആണെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് പിന്നെ അവിടെ വന്നിരുന്നിട്ട്, അപ്പോൾ അമ്മ അവിടെ ഇരുന്ന് പഠിക്കായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ രാത്രിയായി, ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകേണ്ട. അപ്പോൾ നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാനായിട്ട്. നമ്മൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പോകാനേ തോന്നൂല. അപ്പോൾ എന്തായാലും ജനലൊക്കെ ഞങ്ങൾ തുറന്നിട്ട്, ഫാനൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ ജനലൊക്കെ തുറന്നിട്ട് ഇങ്ങനെ പുറത്തെ പാടത്തു നിന്നുള്ള നല്ല കാറ്റും ശുദ്ധവായു ഒക്കെ കൊണ്ട് ഞങ്ങളുടെ ഇരിക്കുകയായിരുന്നു. അമ്മ അവിടെ ഇരുന്ന് പഠിത്തവും ഇതൊക്കെ കഴിഞ്ഞ് അമ്മ ഇറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകണ്ട. അപ്പോൾ ഇതാണ് അതിൻ്റെ അകത്തൊക്കെ നല്ല ഇപ്പോൾ വിശാലമായിട്ട് കിടക്കുകയാണ്. ഫർണിച്ചറും കാര്യങ്ങളൊന്നും ഇല്ലാത്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഫർണിച്ചറും ഇതൊക്കെ ഇങ്ങനെ പഴയതൊക്കെ ഇങ്ങനെ കണ്ട് മടുത്തപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആവേശം കേട്ടോ ഇവിടെ നിൽക്കാനും ഇതൊക്കെ. പക്ഷേ ഇനിയിപ്പോൾ അത് ഫാനില്ല, പക്ഷെ എന്നാലും ചൂടൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ജനലൊക്കെ അടിച്ച് ഇനിയിപ്പോൾ നേരെ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്ന് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് തുടക്കുകയൊക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ നല്ല വൃത്തിക്ക് കിടപ്പുണ്ട്, എല്ലാ സ്ഥലവും നല്ല വൃത്തിക്ക് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് വശത്താണ് കൂട്ടുന്നത്. ഫ്രണ്ടിലത്തെ ലോക്ക് ഇനിയിപ്പോൾ എപ്പോഴും അടയ്ക്കുകയും തുറക്കുകയും ചെയ്ത് അത് കംപ്ലൈൻ്റ് ആണെന്ന് കരുതി ബാക്ക് വശത്ത് കൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതേ ഇറങ്ങിയാണ്. സിറ്റ് ഔട്ടൊക്കെ ഞാൻ നന്നായി കഴുകിയൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കിണർ കേട്ടോ. കിണർ ഇങ്ങനെ പകുതിയാക്കി മൂടിയേക്കണം, എന്നാലും നമുക്ക് ചുറ്റും ഇങ്ങനെ കടക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയുള്ള സ്ഥലമേ ഉള്ളൂ, ഒരു വീട് ഇരിക്കാനും ചുറ്റും ചെറിയൊരു മുറ്റും ഒക്കെ ആയിട്ടുള്ള ഒരിതുള്ളൂ. അപ്പോൾ അടുക്കള വശത്ത് ഇനിയിപ്പോൾ നമുക്ക് പൂട്ടണം. അപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടീന്നാ ആയിട്ടില്ലേ, മോളിലത്തെ താഴ്ത്തി ഇട്ടില്ലേ, അത് ലോക്ക് ചെയ്തു. രാത്രി ഒരു 9 മണി ആ സമയമൊക്കെ ആയിട്ടുണ്ട്. ഇതാണ് ആ വില്ലയുടെ ഗേറ്റ് കേട്ടോ. സൗത്ത് ഹിൽ വില്ല എന്നാണ് ഇതിൻ്റെ പേര്. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. പോകുന്ന വഴികളൊക്കെ നല്ല രസമുണ്ട് രാത്രി ഇങ്ങനെ പോകാനായിട്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് ജംഗ്ഷനും ഇതൊക്കെ ഉള്ളത്. അവിടെ ഒരുപാട് ഷോപ്പുകൾ, നമുക്ക് എന്ത് സാധനങ്ങളൊക്കെ വേണമെങ്കിലും അവിടെ നിന്ന് ഷോപ്പ് ചെയ്യാം കേട്ടോ. അവിടെ നല്ല തിരക്കുള്ള കടകൾ ഇതെല്ലാം ഉണ്ട്, നല്ല സാധനങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് ഇടയ്ക്ക് ഷോപ്പ് കട്ടൊക്കെ ഉണ്ട്, അതുവഴിയും പോകാം. അപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ മെയിൻ റോഡാണ്, രാത്രി സമയമൊക്കെ ആയാലും മെയിൻ റോഡ് തന്നെയുണ്ട് പോകുന്നത്. ഈ സമയത്ത് ഇപ്പോൾ കുറച്ച് ബ്ലോക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടുമ്പുറത്തെ റോഡിലൂടെ ഇങ്ങനെ ഇപ്പോൾ യാത്ര ചെയ്യാൻ നല്ല രസം കേട്ടോ. അതേതടില്ലേ കപ്പലണ്ടിക്കാരൻ, അങ്ങനെ ഓരോരോ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ പതുക്കെ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഉണ്ണിക്ക് എക്സാം ആയാലും ഉണ്ണി കുറച്ച് നേരത്തെ പോയിരുന്നിട്ടാ. കുറച്ച് നേരം അവിടെ ഇരുന്ന് പഠിക്കാൻ വേണ്ടി ഉണ്ണി വന്നതാണ്. ഉണ്ണി അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് പോയിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറണം. അമ്മൂൻ്റെ കുറച്ച് പായലും ഇതൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ നിർത്തിയേക്കുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഞാൻ അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കട്ടെ. അപ്പോൾ ആ രാത്രി അങ്ങനെ കഴിഞ്ഞു. പിറ്റേന്ന് അപ്പോൾ ഞാൻ ഓർക്കായിരുന്നു കുറേ നാളായി ഞാൻ ഡ്രൈവ് ചെയ്തിട്ട്. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് അത് വെച്ചിട്ട് കാര്യമില്ലല്ലോ, വണ്ടി ഒന്ന് എടുത്താലും ഒന്ന് കരുതി. അപ്പോൾ ഞാനപ്പോൾ അടുത്ത ദിവസം രാവിലെ തന്നെ ഇറങ്ങാമെന്ന് കരുതിയിട്ടാണ്. വീട്ടിൽ നിന്ന് പിന്നെ ഇറങ്ങി റെഡിയായൊക്കെ വന്നപ്പോൾ പിന്നെ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. നല്ല വെയിലായി. എന്നിട്ട് ഞാനിവിടെ സീപോർട്ട് റോഡിൽ ജസ്റ്റ് ഒന്ന് വണ്ടിയൊക്കെ ഓടിച്ച് ഒന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ ഇതാണത് റിപ്പോർട്ടർ ചാനലാണത്. അപ്പോൾ അതുവഴിയൊക്കെ ഞാനൊന്ന് ഓടിച്ച് നോക്കി.
ഓടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ മറന്നു പോയിട്ടൊന്നുമില്ല. പക്ഷേ എന്നാലും ഓടിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ ആ ഒരു ഇത് വെറുതെ ലൈസൻസ് വെച്ചതേ ഉണ്ടാവുള്ളൂ. പിന്നെ അതങ്ങനെ ഞങ്ങളുടെ കഴിവ് അവിടെ നിന്ന് പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ആവാൻ വേണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഓരോ സംരംഭങ്ങളും ഇതൊക്കെയാണ്. പിന്നെ അവിടെ റിപ്പോർട്ട് ചാനലിൻ്റെ അടുത്ത് തന്നെ വലിയ തടാകവും ഇതൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. പക്ഷെ നമ്മൾക്ക് എപ്പോഴും ഇങ്ങനെ കാണുന്ന കാരണം അത്ര ഒരു ഇത് തോന്നില്ല കേട്ടോ. ഇഷ്ടംപോലെ ആളുകൾ അവിടെ പാർക്കുണ്ട്, കുട്ടികളുടെ പാർക്കും ഇതൊക്കെ ഉണ്ട്. അതൊക്കെ കാണാനും ഇതൊക്കെ ആയിട്ട് ഒരുപാട് പേര് വരാറുണ്ട് കേട്ടോ. പിന്നെ ഇതേ ഇനിയിപ്പോൾ അടുത്ത് തന്നെ ഇവിടെ ക്യാൻസർ സെൻറ്റർ ഇനിയിപ്പോൾ ഉദ്ഘാടനം നടക്കും. അങ്ങനെയൊക്കെ ഒരുപാട് പദ്ധതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം നമ്മുടെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ കാർ ഓടിച്ചത് എ സി ഒക്കെ ഇടാതെ, ഞാൻ കുറച്ച് ഓടിക്കാൻ തരുന്നത് എ സി ഒക്കെ ഇടാതെ ഉണ്ട് ഓടിച്ചു. അപ്പോൾ പിന്നെ ചൂടെടുത്ത് പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഒരു ചായ കുടിച്ചിട്ടാവാന്ന് പറഞ്ഞത് ഇവിടെ തന്നെയുള്ള, അപ്പം മെഡിക്കൽ കോളേജിൻ്റെ അവിടെ തന്നെയുള്ള ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ. അവിടെ നല്ല പലഹാരങ്ങളും ചായയൊക്കെ കിട്ടുന്ന ഒരു ക്യാൻറ്റീനാണ്. അപ്പോൾ നമ്മൾ അവിടെ വന്നത് ചായയൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് സമയം ഇരുന്നു. സമൂസ, ബോണ്ട, സുഗിയൻ, പപ്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ രാത്രി നമ്മൾ ഇനിയിപ്പോൾ ഒരു മസാല ദോശ കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അത് ആലുവയിലുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് പോണത്. അപ്പോൾ മസാല ദോശ എങ്ങനെയൊക്കെ ഉള്ളത് വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി കഴിച്ചിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. പക്ഷേ എന്നാലും നമ്മൾ തമിഴ്നാട്ടിലത്തെ കഴിക്കുന്ന ആ ഒരു രുചി നമ്മുടെ ഇവിടെ കിട്ടുമെന്ന് തോന്നണില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനൊരു മസാല ദോശ, ഞാനും ഉണ്ണി മസാല ദോശ കഴിച്ചു. അപ്പോൾ അമ്മൂനൊക്കെ നെയ് റോസ്റ്റ് മതിയെന്ന് പറഞ്ഞ് നെയ് റോസ്റ്റ് വാങ്ങിച്ചിട്ടാ. അപ്പോൾ നല്ലതായിരുന്നു, നല്ല സാമ്പാറും പിന്നെ വാഴയിലയിലൊക്കെ ഇട്ട് തന്ന നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ബിരിയാണി അങ്ങനെയുള്ളതൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ രാത്രി മസാല ദോശ മതിയെന്ന് പറഞ്ഞ് അപ്പോൾ അതിലൊതുക്കി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുറേ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഞാൻ അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ നേരെ ഇപ്പോൾ വീട്ടിലേക്ക് പോകും.